ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, കുഞ്ഞിൻ്റെ ജനനം, വീട് നിർമ്മാണം എക്സിട്ര പോലെയുള്ള സന്തോഷകരമായ സമയങ്ങളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? സഹോദരങ്ങളെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഖീഖത്ത് നിർവഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാം സുന്നത്താക്കിയിട്ടുള്ള, പുണ്യകർമ്മമാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശക്തമായ സുന്നത്താണത്. സാധിക്കുന്ന ആളുകൾ അത് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അത് ചെയ്യുന്ന ആളുകൾ തന്നെ, ചെയ്യുന്നവരും ചെയ്യാത്തവരൊക്കെ കുഞ്ഞ് ജനിച്ച ഉടനെ ചിലപ്പോൾ ചോക്ലേറ്റോ മിഠായികളോ ഒക്കെ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ വിതരണം ചെയ്യുന്നത്, അതുപോലെ തന്നെ വീട് നിർമ്മാണ സമയത്ത് ഇങ്ങനെ മധുരപലഹാരങ്ങളോ മറ്റോ ഒക്കെ വിതരണം ചെയ്യുക, പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ ഇങ്ങനെ സന്തോഷകരമായ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൻ്റെ ഭാഗമാണ്, മതത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട്, ഇത് അള്ളാഹും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം, അത് ദീനിൻ്റെ ഭാഗമാണെന്ന് കരുതി പ്രതിഫലം മോഹിച്ച് ചെയ്താൽ അത് ബിദ്അത്താണ്. അത് വളരെ കുറ്റകരമായ കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ 2697 നമ്പർ വചനം, ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. അതായത് നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ഇസ്ലാമിലില്ലാത്തൊരു കാര്യം വിശുദ്ധ ഖുർആനിലോ സഹിഹായ തിരുസുന്നത്തിലോ പറയാത്ത എന്ന് മാത്രമല്ല, അതിൻ്റെ ആ തത്വങ്ങൾക്ക് യോജിക്കാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ബാത്തിലാണ്, മർദൂദാണ് എന്നാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, സമൂഹത്തിൽ പല സന്ദർഭത്തിലും പലതരം ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കടന്നു വരുന്നത് അന്യ മതസ്ഥരായ ആളുകളിൽ നിന്നാണ്, പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത്തരം സംസ്കാരങ്ങൾ, ആഘോഷങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഒരു കാര്യം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിലെ 3456 നമ്പർ വചനം, അതിൽ കാണാം, മഹാനായിട്ടുള്ള അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമുഹു ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദ വന്നസ്വാറ ഖാല ഫമൻ. അതായത് റസൂൽ പറയാണ്, നിങ്ങളുടെ മുമ്പുള്ള ജനങ്ങളുടെ ദുഷിച്ച സമ്പ്രദായങ്ങൾ അത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അവിടെ പ്രവേശിക്കും. ലസലക്തുമുഹുന, പ്രവേശിക്കുക തന്നെ ചെയ്യുന്ന. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരേ, മുൻഗാമികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പുള്ളവരെന്ന് പറഞ്ഞാൽ അൽ യഹൂദ വൻ നസ്വാറ, ജൂത ക്രിസ്ത്യാനികളെയാണോ ഉദ്ദേശിക്കുന്നത്? ഖാല ഫമൻ, അവരല്ലാതെ മറ്റാരാണ് എന്നാണ് റസൂൽ ചോദിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ജനവിഭാഗങ്ങളുടെ, മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സമ്പ്രദായങ്ങൾ, അവരുടെ രീതികളൊക്കെ മതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി പ്രതിഫലം മോഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഒരു രീതി, അത് ഗൗരവമായിട്ട് കാണണം എന്നാണ് ആമുഖമായി ഈ രണ്ട് ഹദീസുകളാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മിഠായി വിതരണം ചെയ്യുക, ചോക്ലേറ്റ് വിതരണം ചെയ്യുക,
അതുപോലെ വീട് നിർമ്മാണം, അതുപോലുള്ള സന്തോഷവേളകളിൽ നമുക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. പക്ഷേ അത് മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷ രീതികളുടെ അതേ രൂപത്തിൽ പിന്നെ നമ്മൾ കൊണ്ടാടിക്കൂടാ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ കുഞ്ഞ് ജനിക്കാകട്ടെ, വീട് നിർമ്മാണമാകട്ടെ, അല്ലെങ്കിൽ ഒരു കുട്ടി പരീക്ഷയിൽ ജയിക്കുകയാകട്ടെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു മധുരപലഹാരം വിതരണം ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ഉറഫ് അംഗീകരിച്ചൊരു കാര്യമാണ്. ഉറഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ പരമ്പരാഗതമായിട്ട് സാമ്പ്രദായികമായിട്ട് ഒരു രീതി, അതൊരു വാക്കാകാം, പ്രവൃത്തിയാകാം, ഒരു സംഗതി, ഒരു സംഭവം അത് ചെയ്തുകൊണ്ട് പോരുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ഉപേക്ഷിക്കുകയാണ്, ഇതിനൊക്കെയാണ് ഉറഫ് എന്ന് പറയുക. ആ ഉറഫ് നമ്മൾ സ്വീകരിക്കുക, ആ സമ്പ്രദായം നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിനും സഹിയായ തിരുസുന്നത്തിനും അതിൻ്റെ തത്വങ്ങൾക്കും എതിരാകാത്തതാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കുന്നതിന് വിരോധമല്ല. ഇപ്പോൾ ഖുർആനിലോ ഹദീസിലോ ഒന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ തത്വങ്ങൾക്ക് എതിരുമല്ല. അങ്ങനെയുള്ള ഒരു ഇതുപോലെ മധുരപലഹാരം വിതരണം ചെയ്യുന്ന സമ്പ്രദായമോ മറ്റോ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് നമുക്ക് നടപ്പാക്കാം, അത് നമുക്ക് നിർവഹിക്കാം. കാരണം എന്താ, അത് ഖുർആനിലും തിരുസുന്നത്തിലും എതിരായിട്ടുള്ള അതിൻ്റെ തത്വങ്ങൾക്ക് ഖുർആനും സുന്നത്തിനും എതിരായിട്ടുള്ള കാര്യമല്ല, നെസ്സിനെതിരല്ല, ശരീഅത്തിനെതിരല്ല, പ്രമാണങ്ങളുടെ തത്വങ്ങൾക്കെതിരല്ല. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം അത് നമുക്ക് നിർവഹിക്കുന്നതിന് വിരോധമല്ല. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങി ആ സന്തോഷത്തിന് മധുരപലഹാരം വിതരണം ചെയ്യാട്ടെ, ഇതിനൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് അത്തരം കാര്യങ്ങൾ ഈ മധുരപലഹാരം വിതരണം ചെയ്യുമ്പോൾ ചില മതവിഭാഗങ്ങൾ കൊണ്ടാടുന്നത് പോലെ അതേ രൂപത്തിൽ, ഉദാഹരണം മെഴുകുതിരിയൊക്കെ കത്തിച്ച് അത് ഊതിക്കെടുത്തി കൂട്ടം കൂടി കൈകൊട്ടി പാടി പിന്നെ ആ രൂപത്തിലേക്ക് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.